നമുക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നല്ല അടിപൊളി വിശേഷങ്ങളാണ്. നിധിയുടെ വീട്ടുകാരുടെ ചതിയൊക്കെ അങ്ങനെ ഒടുവിൽ നിധി വീണ്ടും തിരിച്ചറിയുകയാണ്. വലിയ അഹങ്കാരം കാണിച്ച് അവർ കൂട്ടിക്കൊണ്ടു പോയതാ. അതെന്തിനു വേണ്ടിയിട്ടാ തന്നെ സുധീഷിനെ ചതിക്കാനുള്ള കാര്യം എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം നിധി ഒടുവിൽ ബായും കെട്ടിപ്പെറുക്കി സുധീഷിന്റെ വീട്ടിലേക്ക് തിരികെ പോരുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒടുവിൽ സുധീഷിനെ രാജീവിന്റെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. നിധിയുടെ അച്ഛനെ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ കുറെ പണമൊക്കെ സുധീഷിന്റെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, ചെട്ടിയാരുടെ കൊടുക്കാൻ പറഞ്ഞിട്ട്. പക്ഷേ എങ്കിൽ ആ പണം കൃത്യസമയത്ത് അവനവിടെ എത്തിച്ചില്ല. കാരണം എന്താ? അത് രാജീവിന്റെ ഗുണ്ടകളുടെ ഒരു പണിയായിരുന്നു. അവനെ തട്ടിക്കൊണ്ടു പോയിട്ട് അവന്റെ പണമെല്ലാം അടിച്ചു മാറ്റുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നിധിയോട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ രാജീവും അരുണും എല്ലാവരും കൂടെ പറഞ്ഞു, അതെ, നിന്റെ ഭർത്താവുണ്ടല്ലോ സുധീഷ്, അവനൊരു കള്ളനാണ്. പണം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ആ പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ കൊടുത്തു വിട്ടതാ. അപ്പം അത് ചതിയാന്നുള്ള കാര്യം നിധിക്ക് മനസ്സിലായില്ല. പോരാത്തന് ഹേമ എല്ലാവരും 4 വഴിക്കൊന്നും കുറ്റപ്പെടുത്തുവാണ്. നിധി ആകെപ്പാടെ ടെൻഷനിലായി. നിധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നീട് ഹരീഷിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹരീഷെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുധീഷ് ഇതുവരെയായിട്ടും വീട്ടിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന പോലെ പണം കൊടുത്തു വിട്ടെന്നോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് വിട്ടേക്കോ ഒന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, അതിനെന്താ നിധിയെടുത്ത് ഞാൻ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ഹരീഷ് സുധീഷിനെ വിളിക്കുക. വിളിച്ചിട്ടെടുത്തില്ല. അപ്പം ഹരീഷ് ഓർത്ത് കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും, എവിടെയെങ്കിലും ഓട്ടം പോയതായിരിക്കും, വരുമായിരിക്കും എന്നൊക്കെ ഓർത്തു. ഈ സമയത്ത് നിധിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഹേമയൊക്കെ വന്നിട്ട് പറഞ്ഞു, എന്നാലും ഇത്ര ഒരുത്തനെയാണല്ലോ നീ കല്യാണം കഴിച്ചേ. കുറച്ച് പണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന് ആർത്തി മൂത്ത് ആ പണം അടിച്ചു മാറ്റി നിന്നെ പോലും വേണ്ടെന്ന് വെച്ച് പോയി. ഇപ്പം എന്നിട്ട് എന്താ നീ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ലോ? നിധി പറഞ്ഞു, ഫോൺ സ്വിച്ച് ഓഫാ. അതാ പറഞ്ഞത്, അവൻ ആ പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന്. ചെറ്റക്കുടിയിൽ കിടക്കുന്നവനല്ലേ, പണം കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ണു മഞ്ഞളിച്ച് കാണും. പോരാത്തിന് ഡ്രൈവറും അവൻ്റെ 10 രൂപ തികച്ച് കണ്ടിട്ടുണ്ടായിരിക്കില്ല. എങ്ങനെയൊക്കെ നിധിയെ നാണം കെടുത്താവോ അങ്ങനെയൊക്കെ നാണം കെടുത്തുന്നുണ്ട്. പിന്നീട് പറഞ്ഞു, മോളെ, നീ ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് തിരികെ പോവരുത്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം കട്ടപ്പുകയാവും. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാനൊന്നും പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ഹരീഷ് വീട്ടിലേക്ക് വന്നിട്ട് സുധീഷിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോഴത്തേനും നികേഷ് പറഞ്ഞു, അല്ല, ഞാനിത് സുധീഷേനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, അവനെവിടെയെങ്കിലും ഓട്ടം പോയതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹരീഷ് പറയുന്നത്, പകൽ എന്നെ നിധിയടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു, സുധീഷ് വന്നിട്ടില്ല, സുധീഷിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ വീട്ടിലില്ലേന്ന് ചോദിച്ചു. വീട്ടിലെത്തിയില്ലേന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. അവർക്ക് ടെൻഷനായി. ഒടുവിൽ നിധിയെ വിളിക്കുകയാണ്. നിധിയെ വിളിച്ചിട്ട് ചോദിച്ചു, സുധീഷ് അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് നിധി ആ കാര്യങ്ങൾ പറയണേ. അതെ, അച്ഛൻ ഇതുപോലെ കുറച്ച് പണമൊക്കെ കൊടുത്ത് സുധീഷിനെ പറഞ്ഞു വിട്ടിരിക്കുമായിരുന്നു ചെട്ടിയാരെ കാണാനായിട്ട്. പക്ഷേ പണമായിട്ട് സുധീഷ് അവിടെ ചെന്നിട്ടില്ല. എന്ത് സംഭവിച്ചെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ പറയണമെന്നൊക്കെ പറഞ്ഞു. നിധി ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഈ സമയത്ത് ഹരീഷിന് സംശയമായി. പെട്ടെന്ന് സുധീഷ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഹരീഷിന് മനസ്സിലേക്ക് വരുന്നേ. സുധീഷിൻ്റെ അമ്മായച്ചൻ, അതായത് നിധിയുടെ അച്ഛൻ വെല്ലുവിളിച്ച കാര്യങ്ങളൊക്കെ, ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ നിധിയെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകും, നിനക്കൊട്ടുള്ള പണി ഞാൻ തരുമെന്ന്. ആ സമയത്ത് ഹരീഷ് സുഭാഷിനോട് ആ കാര്യം പറയണ. സുഭാഷ് ഏട്ടാ, എനിക്ക് സംശയം നിധിയുടെ അച്ഛനാന്ന് പറഞ്ഞു. അച്ഛനോ? അയാൾ എന്ത് ചെയ്തെന്നാ? അയാളാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന്. പിന്നിലോ? അതെ, മിക്കവാറും സുധീഷിനെ എന്തേലും ചെയ്യാൻ പോലും മടിക്കില്ല. സുധീഷിനെ കടത്തിക്കൊണ്ട് പോയതായിരിക്കും. അല്ല, അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷിന് സങ്കടവും ദേഷ്യമായി. നീ എന്തുകൊണ്ടാണ് നേരത്തെ ഇത് പറയാതിരുന്നേ? അങ്ങനെ അന്ന് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നീ എന്താ പറയാതിരുന്നേ? അത് പിന്നെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാ പറയണമെന്ന് കരുതി പറയാതിരുന്നേന്ന് പറഞ്ഞു. എന്നാലും ഇങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോടാ, ഇനി എവിടെ പോയി അവനെ അന്വേഷിക്കുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭാസ്കരൻ വന്നു. ഭാസ്കരൻ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാ, ഇത്ര പെട്ടെന്നെല്ലാം മറന്നിട്ട് ഓടി വന്ന് മരുമോനെ മോളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ചതി കാണത്തില്ലേന്ന് ഞാനിത് പറയുകയും ചെയ്താ. അപ്പോഴാരും വിശ്വസിച്ചില്ല. നികേഷ് പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. നികേഷിന് ഭയങ്കര സങ്കടമാണ്. നികേഷ് കരയാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് സുധീഷിനെ കണ്ടെത്തണം, അവരിന് വല്ല ഉപദ്രവിക്കുമെന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? ശരി, അന്വേഷിക്കാമെന്നും പറഞ്ഞിട്ട് അവരിറങ്ങി തിരിക്കുകയാണ്. ഭാസ്കരൻ പറഞ്ഞു, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഭാസ്കരനെ അവർ കൂട്ടിയില്ല. അവർ തന്നെയാണ് പോകുന്നത്, അന്വേഷിച്ച് പോവുകയാണ്. ഈ സമയത്ത് പണമൊക്കെ സുധീഷിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. അടിച്ചു മാറ്റുകയെന്ന് പറഞ്ഞാൽ കുണ്ടകൾ തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആ പണം തിരികെ കൊടുക്കേണ്ട രാജീവനും അരുണിനും ഒക്കെയാണ്. അങ്ങനെ രാജീവനും അരുണും ഒക്കെ പണം മേടിക്കാനായിട്ട്
സുധീഷിനെ കെട്ടിയിട്ടടുത്തേക്ക് വരുവാണ്. അങ്ങനെ ഗുണ്ടകൾ കൊണ്ട് പണം കൈമാറി. ഒരു രൂപ പോലും കുറവില്ലോ ഇല്ലെന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ അവരാവശ്യപ്പെട്ട തുക അവർക്ക് പ്രതിഫലമായിട്ട് നൽകുകയും ചെയ്തു. അങ്ങനെ പണമൊക്കെ ആയിട്ട് അവർ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടാണ് പോയത്. അവനെ തീർത്തേക്കണം. പക്ഷെ ഇവിടെ ഇട്ട് വേണ്ട. ഇവിടെ ഇട്ട് അവനെ തല്ലി ചതച്ചാരെ. അവനെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വേണം ഇല്ലാതാക്കാനായിട്ട്. അറിയാലോ, പിന്നെ ഞങ്ങളുടെ പേരൊന്നും ഒരിടത്തും വരാൻ പാടില്ല. ഇനി അവൻ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പണിയാന്നുള്ള കാര്യം അവർക്കറിയാം. അങ്ങനെ അവർ പണവും മേടിച്ചോണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഈ സമയത്ത് സുധീഷിൻ്റെ അടുത്ത് ചെന്നിട്ട് സുധീഷിനെ ഗുണ്ടകൾ അടിക്കുകയാണ്. അടിച്ചൊരു പരുവാക്കിയിട്ടു. അടിച്ച് പരുവാക്കിയിട്ടിരിക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ സുധീഷിൻ്റെ വീഡിയോസും കാര്യങ്ങൾ രാജീവിൻ്റെ ഒക്കെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ രാജീവനൊക്കെ ഭയങ്കര സന്തോഷമായി. പോരാത്തതിന് സുധീഷ് ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സുധീഷിൻ്റെ കാലൊക്കെ ഇങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. കാലിങ്ങനെ കസരയുടെ കൂട്ടി കെട്ടിച്ചിരിക്കുക. അതുപോലെ തന്നെ കൈയും കൂട്ടി പിന്നിലേക്ക് കെട്ടി വെച്ചിരിക്കുകയാണ്. സുധീഷിനൊന്നും അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ സുധീഷ് ഇങ്ങനെ ഇരിക്കണേ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്താണെങ്കിലോ നീതു ഹരീഷിനെ വിളിക്കുന്നുണ്ട്. ഹരീഷിനെ വിളിച്ചിട്ട് എനിക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ഹരീഷിന് ദേഷ്യം. ഒന്നാമത്തെ കാര്യം സുധീഷിനെ കാണാത്തതിൻ്റെ ടെൻഷനിൽ പോവല്ലേ. ആ സമയത്ത് നീതു കൊഞ്ചാനായിട്ട് വിളിക്കുന്നേ. ഹരീഷിന് ദേഷ്യം വന്നു. വെച്ചിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ നീതു വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നീതു വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ദേഷ്യപ്പെട്ട് ഹരീഷ് ഫോൺ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചു. പക്ഷെ ഇത്തിരി കഴിഞ്ഞ് ഓണായി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും എന്ത് ചെയ്തു, വീണ്ടും നീതു വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഫോണിൻ്റെ ചാർജും തീർന്നു പോയി ഹരീഷിൻ്റെ. ഈ സമയത്ത് ഗുണ്ടകൾ സുധീഷിനെ വന്ന് വീണ്ടും അടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വേടാ നമുക്ക് വല്ല ആഹാരം മേടിച്ചുകൊണ്ട് വരാം, ഇവനെവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവനങ്ങ് പോകുന്ന സമയത്ത് ഒരുത്തൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ ചാടി പോയിട്ടുണ്ടായിരുന്നു. സുധീഷിനെ അടിക്കുന്ന സമയത്ത് അതവൻ കണ്ടില്ല. സുധീഷിനെ കൃത്യം കാൽച്ചോട്ടില ഫോൺ വന്ന് വീണത്. സുധീഷ് എന്ത് ചെയ്തു, പതുക്കെ കാലും കൊണ്ട് ആ ഫോണിങ്ങനെ തോണ്ടി എടുക്കുകയാണ്. തോണ്ടി കാലും ചോട്ടിലേക്ക് കൊണ്ടുവന്നു. അതിന് ശേഷം എന്ത് ചെയ്തു, കാലും കൊണ്ട് തന്നെ നമ്പർ ഡയൽ ചെയ്യുവാണ്. അങ്ങനെ നമ്പർ ഡയൽ ചെയ്യുന്ന സമയത്ത് ആദ്യം വിളിക്കുന്ന ഹരീഷിനെയാണ്. പക്ഷെ ഹരീഷിനെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. എങ്ങനെ സ്വിച്ച് ഓഫ് ആയിരിക്കും? നീ ഇത് വിളിച്ച് ചാർജ് തീർന്നു പോയതാ. ദേഷ്യപ്പെട്ട് ഹരീഷ് ആണെങ്കിൽ ഫോണൊന്ന് ഓഫ് ചെയ്ത് വെച്ചതോ. പക്ഷേ അല്ലാതെ തന്നെ ഫോൺ ഓഫായി പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഒടുവില്ല സുഭാഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുക. സുഭാഷിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് കൊടുത്ത് ധാരാ വിളിക്കുന്നത്. കുറച്ച് മുമ്പ് ഇങ്ങനെ കോള് വന്നായിരുന്നല്ലോ, ഇത്തിരി മുമ്പ്. ചിലപ്പം പൂസായിട്ട് പണി സൈറ്റിലൊരുത്തനുണ്ട്. അവനാണെങ്കിൽ ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഫിറ്റായിട്ട് പണിയാൻ വരും. അപ്പം സുഭാഷ് കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു വിട്ടു, അവനിനി പണിക്ക് വരില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അവൻ വേറെ നമ്പറിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും. പരിചയമില്ലാത്തൊരു നമ്പറാണ് വരുന്നത്. വീണ്ടും കോള് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷ് പറഞ്ഞു, സുഭാഷ് ഏട്ടാ കോൾ എടുക്കുക. ഇതവനായിരിക്കും എന്ന് പറഞ്ഞു. ഏതവനാണെങ്കിലും എടുക്കുക, ചിലപ്പോൾ അവനല്ലെങ്കിലോ വേറെ ആരെല്ലെങ്കിലും ആണെങ്കിലോ എന്നൊക്കെ പറഞ്ഞു. കോൾ എടുത്തു കഴിഞ്ഞപ്പം സുധീഷായിരുന്നു. സുഭാഷ് ഏട്ടാന്ന് വിളിക്കുക. എടാ എവിടെയാ നീ എന്നൊക്കെ ചോദിച്ചു. പതുക്കെ പറ, പുറത്ത് ആൾക്കാർ കാണുമായിരിക്കും, ഇത് ലൗഡ് സ്പീക്കറിലെ ഫോണെന്ന് പറഞ്ഞു. എടാ നീ എവിടെയാ, കാര്യം എന്താന്നൊക്കെ വെച്ച് പറയാൻ പറഞ്ഞു. അത് പിന്നെ ഞാൻ എവിടെയാന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഒരു ഏകദേശം പറഞ്ഞു നീ എങ്ങോട്ടാ കൊണ്ടുപോയെന്ന്. ഒടുവിൽ അവരടയാളമൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ ഈ ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ടെന്ന് പറയണം. ശരി, നീ പേടിക്കണ്ട കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് ഫോൺ കട്ടായിപ്പോയി. കാരണം ഗുണ്ടകൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സുഭാഷ് ഹരീഷിനോട് പറഞ്ഞു, എടാ ഫോൺ ഓഫായിപ്പോയി, എനിക്കൊന്ന് അവൻ്റെ അടുത്ത് ആരോ വന്നെന്നാ തോന്നിയെന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ഗുണ്ടകൾ അങ്ങോട്ട് കയറി വരുവാണ്. ഗുണ്ടകൾ വന്നു നോക്കി കഴിഞ്ഞപ്പോൾ ഫോൺ താഴെ കിടക്കുന്നു. എടാ ഇതെന്താടാ നീ ഫോൺ എടുത്തോണ്ട് പോയില്ലേ എന്നിച്ചു. അയ്യോ ഇല്ല എന്ന് പറഞ്ഞു. എങ്കിലും ഇവനെ ആരെങ്കിലും വിളിച്ചു കാണും, നോക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കിക്കഴിഞ്ഞപ്പോൾ വേറെ നമ്പറിലേക്കൊക്കെ വിളിച്ചിരിക്കുന്നു. എടാ ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ സുഭാഷ് നമ്പറിലേക്ക് വീണ്ടും അവന്മാരുടെ ഫോണിൽ നിന്ന് കോള് വരുവാണ്. അങ്ങനെ സുഭാഷ് കോളെടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങേ തലയ്ക്ക് ഗുണ്ടകളാന്ന് മനസ്സിലായി. പെട്ടെന്ന് ഹരീഷ് കട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്തു. ഈ സമയത്ത് അവന്മാർ പോയി സുധീഷിനെ അടിക്കുന്നുണ്ട്. സത്യം പറയടാ, നീയൊക്കെ ആരെയാ വിളിച്ചെന്ന് പറഞ്ഞില്ലേ, നിന്നെ തല്ലി കൊല്ലുന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ അരുണിനെ വിളിച്ചിട്ട് സുധീഷ് ഇങ്ങനെ ആരെയോ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അരുൺ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇനി ഒരു നിമിഷം പോലും അവനെ ഇവിടെ വെച്ചോണ്ടിരിക്കണ്ട. ചിലപ്പോൾ ഇപ്പം തന്നെ അവൻ്റെ ആൾക്കാർ അങ്ങോട്ടേക്ക് വരുമായിരിക്കും. അവനെ അവിടുന്ന് മാറ്റിക്കോ, ആളൊഴിഞ്ഞ് ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവനെ തീർത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. പിന്നീട് ഗുണ്ടകൾ അവൻ്റെ കൈയും കാലും ഒക്കെ ബന്ധിച്ച് ഇവിടെ തന്നെ അവനെ നേരെ വണ്ടിയിലേക്ക് കൊണ്ട് കയറ്റുവാണ്. അവിടുന്ന് പോവുകയാണ്. ഈ സമയത്ത് നിധി ആകെപ്പാടെ ടെൻഷനിലായിരുന്നു. പണമൊക്കെ മേടിച്ചുകൊണ്ട് അരുണൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നിട്ട് അരുണും രാജുവും ഒക്കെ നിധിയോട് പറഞ്ഞു, അവനുണ്ടല്ലോ ആ സുധീഷ്, അവൻ എന്ത് പരിപാടിയെ കാണിച്ചേ, പണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി, അവന് ഇനി ഇങ്ങോട്ടേക്ക് വരത്തില്ല. എന്നാലും ഇതുപോലത്തെ ഒരു ബന്ധമുള്ളൂ നിനക്ക് കിട്ടിയത്, ഇതുവരെയായിട്ടും അവനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും, നിധിക്ക് സങ്കടപ്പെട്ട് കരയാനല്ലേ പറ്റുള്ളൂ.
വല്ലാത്തൊരവസ്ഥയായിപ്പോയി നിധി ഇത് പ്രതീക്ഷിച്ച കാര്യമൊന്നും ആയിരുന്നില്ല. ആ സമയത്ത് നല്ല സ്പീഡിലാണ് ഗുണ്ടകൾ വണ്ടി ഓടിക്കുന്നത്. അപ്പോഴേക്കും എതിർഭാഗത്തുനിന്ന് ഹരീഷും സുധീഷും അവരൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഈ സ്പീഡിൽ പോയ സമയത്ത് അവന്മാരുടെ വണ്ടിയിൽ കയറി ഇവിടെ ഇടിക്കുവാണ്. ഇടിച്ചു കഴിയുമ്പോഴത്തേനും ബൈക്ക് മറിഞ്ഞ് ഹരീഷും നികേഷും കൂടെ താഴെ വീണു. പെട്ടെന്ന് വണ്ടി നിർത്തി, കാർ നിർത്തി ഇവന്മാർ. ആ സമയം ഡ്രൈവർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ടപ്പത്തിന് ഗുണ്ടകളുടെ ഒരാൾ പറഞ്ഞു, എടാ നീ എങ്ങോട്ട് ഇറങ്ങുക? അല്ല അവന്മാർക്ക് മുഖത്ത് കണ്ടില്ലായിരുന്നോ? അവന്മാരെ നമ്മൾക്കിട്ട് പടി വന്നത്. എന്നിട്ട് അവന്മാർ വിളിക്കുന്ന കേട്ടോന്നൊക്കെ പറഞ്ഞു. എടാ കേരള നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ അവന് ഒരുക്കമായിരുന്നില്ല. അപ്പോഴേക്കും സുഭാഷ് ദേഷ്യപ്പെട്ടു വന്നു. എടാ നീയൊക്കെ എന്ത് പരിപാടിയാടാ കാണിച്ചേ? കണ്ടില്ലേ എൻ്റെ പിള്ളേരുടെ കൈയും കാലും ഒക്കെ പൊട്ടിയത് കണ്ടോന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. ഒടുവിൽ വെല്ലുവിളികളും കാര്യങ്ങളും. പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോൾ പ്രശ്നമൊക്കെ പരിഹരിച്ച് പോകാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് കാറിനകത്തിരുന്ന് സുധീഷ് ആ കാഴ്ച കാണുന്നത് ഹരീഷിനെ നികേഷിനെയും ഒക്കെ കാണുവാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? വായൊക്കെ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കുക. ഒന്നും ഉറക്കം ശബ്ദിക്കാൻ പോലും പറ്റില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അവരൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുവാണ്. ഈ സമയം സുധീഷിൻ്റെ അടുത്തിരുന്ന ആൾ കയറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങുവാണ്. അപ്പോഴേക്ക് സുധീഷ് ഒറ്റ കാലും കൊണ്ട് ഇത് തട്ടം കൂടി കൊടുത്തു. അവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ചാടി. നികേഷ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരുത്തം പുറത്തേക്ക് തെറിച്ചു പോന്നു. നികേഷ് പെട്ടെന്ന് ആ കാഴ്ച കാണുന്നേ സുധീഷിൻ്റെ തല പുറത്തേക്ക് വന്നു. സുധീഷ് ഇങ്ങനെ കണ്ണും കൊണ്ട് കൈ കൊണ്ട് കാണിക്കുന്ന ഇങ്ങനെ ഒന്നും കാണിക്കാൻ പറ്റില്ല, വിളിക്കാനൊന്നും പറ്റില്ല. എന്നാലും സുധീഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നികേഷ് ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ അവന്മാർ വണ്ടി എടുത്ത് വിട്ടുപോകാൻ തുടങ്ങുവാണ്. ഹരീഷേട്ടാ, അതേ സുധീഷേട്ടെന്ന് പറഞ്ഞു. പിന്നെ അവന്മാരെ ചേസ് ചെയ്ത് പിടിക്കാനുള്ള പുറപ്പാടായിരുന്നു. കുറേ ദൂരം അവന്മാരെ പിന്നാലെ തന്നെ പോയി. ബൈക്കല്ലേ നല്ല സ്പീഡിൽ തന്നെ പോയി. അവന്മാരെ പിടികൂടുകയാണ് വഴിയിലിട്ട്. ഇഞ്ച ചതയ്ക്കുന്ന പോലെ എല്ലാവന്മാരെയും ചതച്ചു. ഇതൊന്നും പക്ഷേ നിധിയുടെ വീട്ടിലോട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഹേമ പത്രം എടുക്കാനായിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേനും പത്രമൊക്കെ വായിച്ചുകൊണ്ട് ഒരാൾ സിറ്റോട്ടിരിക്കുന്നു. ഇതാരാ പോലും എന്നൊക്കെ എടുത്തോണ്ട് ആരാന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ട് വരുമ്പോഴാണ് സുധീഷിനെ കാണുന്നത്. പ്രേതത്തെ കണ്ട അവസ്ഥയായിപ്പോയി. അകത്തേക്ക് ഓടി പോവാണ് വിളിച്ചോണ്ട്. അയ്യോ രാജീവേട്ടാന്ന് പറഞ്ഞോണ്ട്. എന്താ അവിടെയെന്ന് പറഞ്ഞു. ആരാ? അപ്പോഴാണ് അവരൊന്ന് ആ കാഴ്ച കാണുന്ന സുധീഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത ടെൻഷനായിപ്പോയി. അരുണൊന്നും ഒട്ടും വിചാരിച്ച കാര്യമില്ല. പിന്നീട് അരുണൊക്കെ വന്നിട്ട് ചോദിച്ചു, എടാ നീ പണം അടിച്ചുകൊണ്ട് പോയതല്ലേടാ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും രാജുവിന് മനസ്സിലായി ഇവനെ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാ വന്നേ പണി കിട്ടുമെന്ന്. രാജുവും പറഞ്ഞു, എടാ അവൻ നിരപരാധിയായിരിക്കും, അവൻ വന്നില്ലേ, പണം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ടേക്ക് വരുമോ? ഒരു കാരണവശാലും വരത്തില്ല. പക്ഷെ അവൻ പണം അടിച്ച് മാറ്റിയിട്ടുണ്ടോ ഒന്നും ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിധിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനായി. നിധി ചോദിച്ചു, എന്താ സുധീഷിനെ കാണാൻ ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാവോ? എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുധീഷ് പറഞ്ഞു, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഒരു ബൈക്ക് വഴിയെ കിടക്കുന്നുണ്ടോ, ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ തലക്കടിച്ചിട്ട് എന്നെ പിടിച്ചു കെട്ടി കുറച്ചവന്മാർ കൊണ്ടുപോയി, പണം അടങ്ങിയ ഭാഗമെല്ലാം കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജീവ് പറഞ്ഞു, ഓ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അതന്നെ ഭാഗ്യം, പണം പോവുകയാണെ പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വലിയ ആൾ കളിച്ച് നിൽക്കുവാണ്. ഈ സമയത്ത് അവിടേക്ക് സുഭാഷ് വരുന്നത്. സുഭാഷിനെ കണ്ടപ്പോൾ നിധി ചോദിച്ചു, സുഭാഷ് എണ്ണ എന്താ എവിടെയെന്ന് ചോദിച്ചു. സുഭാഷ് അപ്പത്തേനും രാജീവിനെ ഒന്ന് നോക്കി. രാജീവിന് മനസ്സിലായി പണി പാളി എന്നുള്ള കാര്യം. ആ സമയം ഹരീഷ് ആ ഗുണ്ടേനെ കൊണ്ട് അങ്ങോട്ട് വരുവാണ്. അവരുടെ സകല നിയന്ത്രണം വിട്ടുപോയി. കള്ളത്തരങ്ങൾ മൊത്തം പൊളിഞ്ഞെന്ന് മനസ്സിലായി. നിധിക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴാണ് സുധീഷ് ആ കഥകളൊക്കെ പറയണേ. എല്ലാം രാജീവിൻ്റെ അരുണിൻ്റെയും തന്ത്രങ്ങളായിരുന്നു. പണം തന്നു വിട്ടിട്ട് ഗുണ്ടകളെ കണ്ട് അത് മേടിപ്പിച്ച് തന്നെ അടിച്ചടിച്ച് കൊല്ലാനായിരുന്നു പുറപ്പാടായിരുന്നു. അതെല്ലാം കിട്ടിയപ്പോൾ നിധിക്ക് സഹിക്കുമോ? ഒടുവില നിധി അവരെ വലിച്ചു കീറുന്നുണ്ട്. നിങ്ങളൊക്കെ ഒരു അച്ഛനാണോ? എന്നാലും ഇത്രയ്ക്ക് ദുഷ്ടത പാടില്ലായിരുന്നു. അത് മാത്രമല്ല സുധീഷ് പറഞ്ഞു, എന്നെ വെല്ലുവിളിച്ചിട്ടാണ് നിന്റെ അച്ഛൻ പോയത്, ഒരാഴ്ചക്കുള്ളിൽ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രമായിരുന്നൊക്കെ. ഒടുവിൽ ഭാഗമൊക്കെ എടുത്തുകൊണ്ട് നിധി സുഭാഷിൻ്റെ ഒക്കെ ഒപ്പം തിരികെ വീട്ടിലേക്ക് പോരുക. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.